ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ വീടൊക്കെ ഷിഫ്റ്റായി പോവുകയാണ്. നമ്മൾ നേരെ നെയ്യാറ്റിങ്കര പോവുകയാണ്. അന്ന് ഞാൻ അവിടെ പോയ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, മൂത്തമ്മേൻ്റെ വീട് അവർ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം വീടൊക്കെ സെല്ലായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടുത്തെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിനായിട്ട് രാവിലെ ഇറങ്ങുകയാണ്. ചുക്കുടു, താങ്കൾ ജിമ്മിന് പോകുന്നുണ്ടോ? ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഉരുട്ടി കയറ്റിയത്? പഴങ്ങഞ്ഞി രാവിലെ കേറ. ഇതെന്താണ്? ഇതില് എന്താണ്? ആപ്പിൾ എനർജി ബൂക്കാൻ. നമ്മുടെ കൂടെ അമ്മ ചേച്ചി ചേരുന്നുണ്ട്. ഒരു ഹായ് പറയൂ. ഹായ്. ഓ, ഞാൻ ഫ്രണ്ടില്. ചുമക്കാല, ഇത് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല കുളിക്കാൻ പോയി. ഇവിടുന്ന് തോർത്തെടുത്തിട്ടാ അവിടെ ചെന്നിട്ടാ പോരെ. ഇവിടുന്ന് ടെമ്പോ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോണത്? അവിടുന്ന് ടെമ്പോ വിളിച്ചിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്? ഇവിടുന്ന് വണ്ടി വിളിച്ചു പോകും. കാലാവസ്ഥ കൊള്ള ഈ ബാക്കി ടെമ്പോടെ ബാക്കി ഇരിക്കുന്നവരൊന്ന് പൊളിയും. അച്ഛൻ ടെമ്പോക്കകത്താണ് വരുന്നത്. എന്തൊരു ടെമ്പോയാ? ഓൾഡ് ടെമ്പോ ന്യൂ ടെമ്പോ? ന്യൂ ടെമ്പോ. നമ്മളിവിടുന്ന് ആൾക്കാരുമായിട്ട് നമ്മൾ പോകുന്ന സാധനം കേട്ടെ. ഓ, അത് പണിക്ക് ആളില്ല, അതുകൊണ്ട് എനിക്ക് കൈ വയ്യാട്ടോ. അളിയത് സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചു. പണിക്ക് ആളില്ല, അതുകൊണ്ടാ വിളിച്ചത്. ഇതാണോ നമ്മള് വിളിച്ച ലോറി? ആരും കണ്ടില്ല, ആരും ഒന്നും അറിയട്ടോ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ആരും ശ്രദ്ധിച്ചില്ല. വണ്ടി ഒത്തിരി സ്പീഡായിരുന്നു. നമ്മള് പൊക്കോണ്ടിരിക്കുക കേട്ടോ. സമയം ഏതാണ്ട് കണ്ണാടി ഒന്ന് മേലോട്ടാക്കും. നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ അമ്മ ചേച്ചി? ആരെ കൂടുതൽ ഇഷ്ടം? ആരെ? അളിയനാരെ ഇഷ്ടം? അങ്ങനെ ഒരാളെ എടുത്ത് പറയേണ്ടതായിട്ട് ആരും ഇപ്പം ഇല്ല ശരിക്കും. കഴിഞ്ഞ സീസണിലായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞതിന്റെ അങ്ങനത്തെ സീസണാണ്. അതായത് അഖിൽമാരൊക്കെ ഉള്ള അടിപൊളിയാണ്. എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊക്കെ തോന്നിയത് പിന്നെയും ഷാനവാസ്. പുള്ളിക്കാരൻ അത്യാവശ്യം സ്റ്റാൻഡ് ഉണ്ട്, ഒരു നിലപാടിൽ നിൽക്കുന്നുണ്ട്. അയ്യോ, ഒരു നിലപാടും ഇല്ലാത്തില്ല. ആര്യൻ എന്ന് പറയുന്ന ഇന്നലെ കാണിച്ചിട്ടോ, നിലപാട് 1, നിലപാട് 2, ഒരു വിഷയത്തിന് 7 നിലപാട് അവര്. ബിഗ് ബോസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അയ്യോ, വന്നിറങ്ങിട്ടോ. ഓ, എത്തിയാ? നമ്മള് വരുന്ന കണ്ടാ നീ? അതിന് നമുക്ക് വഴിയൊക്കെ തെറ്റി ഏതൊക്കെ വഴി കറങ്ങിയൊക്കെ വന്നാ. എവിടെ? അമ്പലത്തിൽ ഒരു കുഞ്ഞാവൊക്കെ ചോറ് കൊടുക്കുന്നു. എനിക്കും വിശക്കുന്നു. കേറി കേറ്. അതിന് ആട്ട് പറക്കണേന്നാ? അത് കയ്യങ്ങ് വിട്ടാ മതി. അമ്മ ഞാൻ കൈ വയ്യെങ്കിലും കഴക്കൊരു കുറവ്. ചാടാൻ വയ്യ. ഓക്കെ. ഈ കാലെത്തുന്നില്ല എനിക്ക്. ആടണേ ഭദ്ര, വലിച്ചാട്ട്. അടങ്ങിയിരിയടി. മിക്കവാറും ആട്ടുവാനാ അമ്മ ആട്ടായി. അത് അണയാറായി. 2 കൈയും വിട്ട് രാറ്റാണിക്ക്. അങ്ങോട്ട് ഇരിക്കടി കുട്ടി പിശാസേ. നീങ്ങ്. നമ്മൾ നേരെ സദ്യാലയത്തിൽ വന്നു കേട്ടോ, കഞ്ഞി കുടിക്കാനായിട്ട്. അന്ന് വന്നില്ലേ അവിടെ തന്നെ. അതിരെ ഹായ് പറ. നീ ഇവിടെ നിന്നാണ് കഞ്ഞി കുടിക്കുന്ന അല്ലേ? എന്നാ കുടിക്കണ്ട പോ. അല്ലെ എന്നെ ഹെൽപ്പ് ചെയ്യണേ, കഞ്ഞി എടുത്ത് തരണേ. ഹായ്, ചൂട്ട് കഞ്ഞി. നമ്മൾ ബെഞ്ചി ഇരിക്കുമ്പോഴേ ഈ ഒരു ചവിട്ടുന്ന സാധനം ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇല്ലേ? നമ്മൾ ബെഞ്ചി ഇരിക്കുമ്പോഴേ അത് തപ്പ് വെക്കരെ, അതില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ്. ഓ സോറി, മാറിപ്പോയതായിട്ടോ ഡെസ്ക്. ഓ ശരി. എന്തിനെ കൊണ്ട്? എരിശേവരി ഉണ്ട്. എന്തിനാ ചറാമ? അത് നെല്ലിക്ക ചറല്ലേ? ഒരു എരിശേവരി വേഗം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല കഞ്ഞിയില് നമ്മൾ കഴിച്ചിട്ട് വരാവേ, അപ്പോഴത്തേനും അച്ഛനൊക്കെ വരും. എൻ്റെ വണ്ടി ഓല വേണമെന്ന്. ദൈവമേ, അതെടുത്ത് വെക്കണ പിന്നെ
സ്ക്രാച്ച് ആവൂലി എടുത്ത് കാണിച്ചു തരണ ചെറുങ്ങനെ സ്ക്രാച്ച് കേട്ടു. ഇപ്പൊ വഞ്ചിപ്പെട്ടിന്റെ അവിടെ കണ്ടോ ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ടുണ്ട്. ലേ ദൈവം 30 രൂപ ലഭിച്ചു. ഹവാസ് കഞ്ഞി എങ്ങനെ ഉണ്ടായിരുന്നു? കഞ്ഞി സൂപ്പർ കഞ്ഞിയായിരുന്നു. എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് ഇവിടുന്ന് കഞ്ഞി കുടിക്കണം. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ഇച്ചിരി ഏരി ഉണ്ടായിരുന്നു. അത് ഇച്ചിരി വേണം. നമ്മളെപ്പോഴേ എത്തി. നമ്മളെ ഫസ്റ്റ് അടിച്ച് നമ്മളെ വഴി തെറ്റി. ഞങ്ങള് ഏതൊക്കെയോ വഴിയോ കറങ്ങി ആണോ? അറിയാലോ. എന്നിട്ട് അമ്മ മിണ്ടി അമ്മ ബാഗ് കിടന്ന് ഉറങ്ങി. എല്ലാം എടുത്തു വെച്ചേക്കണോ? ഞാൻ വേണ്ടൊരു ബാധ്യത ഉണ്ടായിരുന്നു. മാല മേടിച്ചല്ലേ? ഒരു മാല ഞാൻ എടുത്തിരുന്നു. അത് എടുത്ത് ഇത് ലോൺ ഉണ്ടായിരുന്നു. ഇത് ലോൺ ഉണ്ടായിരുന്നു. അപ്പൊ മൂത്തച്ഛൻ്റെ മാല പൊട്ടിയിരുന്നു. അപ്പൊ അതിനെ കൊണ്ട് വിറ്റിട്ടാണ് ലോൺ ക്ലോസ് ചെയ്തത്. അപ്പൊ അത് മൂത്തച്ഛന് കൊടുക്കണ്ടേ? അങ്ങനെ മാല മേടിച്ചത്. ഓ ഐശ്വരി തീർന്ന്. എന്താ വേണം, പുതിയ മാലയായി. അടിപൊളി. ആ ലുക്ക് മാറിയണ്ട, ഇപ്പൊ റിച്ച് ലുക്കായി. എല്ലാരും സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റു കേട്ടോ. മുതുകായ് എല്ലാം എടുത്താ? ആ ഭഗവതി പത്രം വരെ ഉണ്ടോ? പഴയ പത്രമോ? ഓ ഏർക്കണം മറ്റേ പില്ലറ്റ്. ഇവിടെ അച്ഛൻ പാത്രമൊക്കെ എടുത്ത് കയറ്റുന്നു. പാത്രം, കലം, ചട്ടി, വട്ടി, ഗ്യാസ്. ഓ ഈ സാധനമൊക്കെ എടുക്കണം കേട്ടോ. ഇത് മറ്റേ ഈ അരയിലാണ്. ഇതൊക്കെ ആട്ടൂല്ലേ, മാവൊക്കെ ആട്ടുന്ന സാധനം കേട്ടോ. ഇത് ചോദിക്കേ അമ്മ കടങ്കഥ ചോദിക്കും കേട്ടോ. കടങ്കഥ ഗേൾഫ്രണ്ട്. അങ്ങോട്ട് പോകുമ്പോ ചിരിച്ചും കളിച്ചു, തൊട്ടിയും കയറും. എനിക്ക് കൈ വയ്യാത്തത് എത്രയോ ഭാഗ്യം. ഭദ്രൻ നിരങ്ങടി, നിരങ്ങ ചന്തി പോട്ടറേ. അരചന്തി മതി. ഞാൻ കൈ പിടിച്ചോണ്ട് തപ്പിട്ട് പോകും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ അമ്മൂമ്മ ഉണ്ടാമ ഇല്ലേ? എവിടെ ഇന്നാൾക്ക് വന്നപ്പോഴും കാണാൻ പറ്റില്ല, ഇപ്പോഴും ഇല്ല. ഓ ഇവിടെ എൻ്റെ മണ്ട മൊത്തം കരികല്ല ഇതായിട്ട് കിടക്കണം. ഈ വീട് നല്ല രീതിക്ക് ഇനി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം എടുത്തിരിക്കുന്ന ഇവിടെ അടുത്തുള്ളവരില്ലേ അമ്മ? ഈ ടാങ്കൊക്കെ എടുക്കൂലേ അമ്മ? ടാങ്കൊന്നും എടുക്കത്തില്ല. വെള്ളമുണ്ടോ? ആ വെള്ളമുണ്ട്. ഇത് ആറ്റിന്ന് അടിച്ച് കയറ്റുന്ന വെള്ളം ഉണ്ടോ ഇത്? ഈ 2 ടാങ്കിലും. ഭദ്ര കോഴിക്കൂട്ടിൻ്റെ അകത്ത് കയറിയാ? കോഴി പിടിക്കണം കേട്ടാ. എത്ര കോഴി ഉണ്ട് തോന്നമ്മ? 8. എല്ലാം പൂവനാന്ന് തോന്നുന്നല്ലേ? ഭദ്ര പെണ്ണ ഇങ്ങോട്ട് ഇറങ്ങടി. മുട്ടേ പൂവൻ മുട്ട ഇടൂ. എല്ലാത്തിന്റെ കാല് കെട്ടുകയാണ് കേട്ടോ. ഇത് ഓടായിരിക്കാൻ വേണ്ടിട്ട്. തമ്പാനും എത്തുമ്പോ പറക്കും കോഴി ഇറങ്ങി കെട്ടിയില്ലേ. അതിനകത്തിട്ട് അടച്ചു വെച്ചാ മതി അല്ലേ? ഓ പോണാ അത് അഴിഞ്ഞു പോയി ലേ കോഴി ഓടാ. കറക്റ്റ്. പണ്ടേ മുറ്റത്തിറങ്ങി കോഴിയുടെ എല്ലാ എണ്ണം വരും. അവക്ക് കറക്റ്റ് സൈസാ. കേറിപ്പോ. ഓഹോ ഓഹോ 2 കോഴികളെ കിട്ടിയാ? ആ പിടിച്ചോ വിടല്ലേ. കോഴി ചെറിയുന്നുണ്ടോ? എന്താ പൊങ്ങുന്നുണ്ടോ എന്റെ? കേട്ടാ കൊത്തും ഇത് കൊത്തുന്നേ. എനിക്ക് പേടിയാട്ടോ. പണ്ടെന്നെ കോഴി ഓട്ടിച്ചിട്ടുണ്ട് കൊത്താൻ. പട്ടിയെക്കാട്ടിയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഈ കോഴി. പണ്ട് ഓർമ്മയുണ്ടമ്മ? കൗസല്യ അമ്മമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് ഓട്ടിച്ച് ആ മുട്ട് പിടിച്ച് വീണ് ചുണ്ടും പൊട്ടി. ആ ഇത് മുള്ളം കോഴിയാണ് കേട്ടോ. മുള്ളം കോഴി വെറൈറ്റി സാധനം. ഇല്ല മുള്ളം പന്നി കണക്ക് ഇരിക്കുന്നല്ലേ പന്നിക്കോഴി. ഗ്യാസും കുറ്റിയൊക്കെ ഇനി അടുത്തല്ലേ? ചായ ഇടാനായിട്ട് പാലവിടെ ഇരിപ്പുണ്ടായിരുന്നു. പാല് ഞാൻ എടുത്താ മുറിച്ചെടുത്തില്ലല്ലോ. പാലും ഇരിക്കേ.
മൂത്തച്ഛ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ വന്നിട്ട് 41 വർഷം അതിലുണ്ടായിരുന്നപ്പോൾ ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു. ശിവരി മഠത്തിൽ പോയി കുറേ ആ അപ്പോഴേ ആലോചനയും നോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മൂത്തച്ഛനാണോ നോക്കിയത്? ഓ ഞാൻ തന്നെ നോക്കിയത്. മൂത്തച്ഛന് നല്ല വിഷമമുണ്ട്. ഭദ്ര പോവല്ലേ? വിഷമമുണ്ടോ? തീർച്ചയായാലും വിഷമമുണ്ട്. ഇവിടെ എന്തൊക്കെ മിസ് ചെയ്യും? ഫസ്റ്റ് വീട് മിസ് ചെയ്യും, 6 മിസ് ചെയ്യും, 6 പിന്നെ ഇവിടുത്തെ ആൾക്കാര്, അമ്പലം, കൂട്ടുകാര്, കൂട്ടുകാര്, കഞ്ഞി ഇതൊക്കെ മിസ് ചെയ്യും. ഇപ്പൊ പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടാ പോയില്ലേ? നമുക്ക് ഇടയ്ക്ക് വരാം ഉത്സവത്തിന്. ഭദ്രയെ പ്രസവിച്ചെടുത്തതൊക്കെ ഇവിടെയാ. ഇവള് ജനിച്ചു വളർന്നത് ഇവിടെ തന്നെ. വളർന്നത് ഭദ്ര ഇവിടെയാ. ഇപ്പൊ പറഞ്ഞത് കൊച്ചു പറയുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോയി. ലോഡാ കയറിയോ? ലോണാക്കിയല്ലോ. ഇനി ഈ വീടിന്റെ ചാവി അവർ കൊടുക്കണം, കൈമാറണം. അല്ലേ? അവരിപ്പോ വിളിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി തൂത്തുവാരി എല്ലാം സെറ്റാക്കി അല്ലാതെ കൊടുത്തുകൂടാ. അച്ചാച്ച എന്തിനാ പറയുന്നത്? ഗവൺമെന്റ് ആശുപത്രി. അതറിയാ അറിയാ അറിയാ. എന്തിനു ചിരിക്കുന്ന? പൊടിച്ച് നീ തൂത്തുവാരി ഇട്ടിട്ട് പോണം. സാധനം എല്ലാം പറക്കി വെച്ച് എല്ലാം പറക്കി വെച്ച് നമ്മളെല്ലാം വൃത്തിയാക്കി വീട്ടിലെ എല്ലാ സാധനവും എടുത്തു കേട്ടോ. ഇനി ഒന്നും ഇല്ല, എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ റൂമിലും ഒന്നുമില്ല. ഓ എക്കോ ഇല്ലേ? സാധനം പോയപ്പോ എക്കോ ഉണ്ടോ? മുഴക്കം? അയ്യോ എല്ലാം ഒഴിഞ്ഞിരിക്കുന്നു ഒരുമാതിരി. അടുക്കള എല്ലാം ഒഴിച്ചു കേട്ടോ, ഒന്നുമില്ല. ഓക്കേ, എന്റെ മക്കളാണ് വീടിന്റെ താക്കോലും എടുത്തേട്ടോ. അറിയാവുന്ന ചേട്ടൻ തന്നെ മേടിച്ചേക്കുന്ന വീട്. അച്ഛ ഇതിനകത്ത് പോവാണോ? ഓക്കെ ഗൈസ്, അപ്പോൾ സാധനങ്ങളെല്ലാം പറക്കി കയറ്റി വീട് കാലിയാക്കി പുതിയ ഓണർക്ക് കീ കൈമാറി എല്ലാം ചെയ്തു. കഴിഞ്ഞു പരിപാടി. ഇനിയിപ്പോൾ നേരെ ഇറങ്ങുവാണ്. അച്ഛനും എല്ലാവരും ഇതിനകത്ത് പോകുക കേട്ടോ. ഈ വണ്ടിയിൽ സ്ഥലം കുറവാണ് എല്ലാവർക്കും കൂടെ പോകാനായിട്ട്. ഇപ്പോൾ മൂത്തമ്മ കയറുക അതിനകത്ത്. മൂത്തമ്മ എല്ലായിടത്തും യാത്ര പറയുക. ഹേ ഗൈസ്, അപ്പം ഈ ഒരു വ്ളോഗ് ഞാൻ ഇപ്പം ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ലാസ്റ്റ് ഞാൻ പിന്നെ വ്ളോഗൊന്നും എടുത്തില്ല, നേരെ ഇനി വീട്ടിൽ പോന്നു. എല്ലാവരും കുറച്ച് ഇമോഷണലായിപ്പോയി ശരിക്കും. എനിക്കായാലും ഒത്തിരി അങ്ങ് വിഷമായിപ്പോയി. കാരണം ഞാനും കുഞ്ഞിലേക്ക് എൻ്റെ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ഞങ്ങൾ പോയി അവിടെ നിൽക്കാറുണ്ട്. ഒരു 1-2 മാസമൊക്കെ അവിടെ നിന്ന് എന്നിട്ടൊക്കെ വീട്ടിൽ വരുള്ളൂ. അവിടുത്തെ നാടായാലും നാട്ടുകാരായാലും അമ്പലം എല്ലാം ഭയങ്കര ഒരു സ്പെഷ്യലാണ് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ എത്രത്തോളം വിഷമമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇമോഷണലി കണക്ഷൻ തോന്നുന്ന 1-2 വ്ളോഗുകളൊക്കെ ഉള്ളൂ. അതിൽ ഒരു വ്ളോഗും കൂടെ ആയിട്ടുണ്ട് ഇത്. കാണുന്നത് നിങ്ങൾക്ക് എന്തോരം ഫീലിംഗ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ലാസ്റ്റ് ഭദ്രക്കുട്ടി സംസാരിച്ചപ്പോഴായാലും കുഞ്ഞിന് തന്നെ നല്ല വിഷമമുണ്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് തന്നെ സങ്കടം വന്നു ശരിക്കും.
ഞാൻ മുമ്പ് അവിടെ പോയിട്ടുള്ളൊരു വ്ളോഗുണ്ട്. അപ്പം ഞാൻ അതിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അവിടെ. അപ്പം ഇനി പോകണം. ഇനി പോകത്തില്ലെന്നല്ല അങ്ങോട്ട്, ഇനി പോകണം. ഇനി ഉത്സവമൊക്കെ വരുവാണ്. അപ്പോഴത്തേന് പുറത്തെവിടെയെങ്കിലും റൂമൊക്കെ എടുത്തിട്ട് നിന്ന് അങ്ങനെയൊക്കെ ഇതാക്കാം. എന്നാലും നമുക്കൊരു സ്വന്തമായിട്ട് വീട് ഇല്ലാത്തതിൻ്റെ ഒരു ഇത് വരുമല്ലോ. കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ചോദിക്കാം, എന്നാൽ പിന്നെ ഇത്ര വിഷമം ഉണ്ടെങ്കിൽ എന്തിനാണ് ആ ഒരു വീട് കൊടുക്കുന്നതെന്ന്. ഓരോരുത്തരെയും സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പം മൂത്തമ്മയാണെങ്കിൽ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ചികിത്സാ ചെലവ് എല്ലാം കൂടെ നോക്കുമ്പോഴത്തേന് പൈസ വേണ്ടേ, എല്ലാത്തിനും പൈസ വേണ്ടേ. അപ്പം അതുകൊണ്ടാണ് ആ ഒരു വീട് കൊടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.